അങ്കമാലി കറുകുറ്റി റെയിൽവേ സ്റ്റേഷന് സമീപം പുലർച്ചെ പിടികൂടിയത് 114.37 കിലോ കഞ്ചാവെന്ന് എറണാകുളം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ സതീഷ് പി.കെ. ഓപ്പറേഷൻ തണ്ടർ ആരംഭിച്ച ശേഷമുള്ള വലിയ ലഹരിവേട്ടയാണിതെന്നും അദ്ദേഹം പറഞ്ഞു. 4 ഒഡീഷ സ്വദേശികളാണ് കേസിൽ പിടിയിലായത്. കണ്ടുപിടിച്ചിട്ടുള്ള മയക്കുമരുന്നുകളും ലഹരി വസ്തുക്കളും ഇന്ന് പുലർച്ചെ 5:45 അങ്കമാലി കറുകുറ്റി റെയിൽവേ സ്റ്റേഷന് സമീപം അങ്കമാലി റേഞ്ച് ഇൻസ്പെക്ടർ വിപിൻ ദാസിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ മയക്കുമരുന്ന് വേട്ട നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 116.370 കിലോ കഞ്ചാവാണ് ഒറീസയിലെ കലഹണ്ടി എന്ന് പറയുന്ന ജില്ലയിലെ ഒറീസ സ്വദേശികളാണ്. ഒറീസ സ്റ്റേറ്റിലെ കലഹണ്ടി ജില്ലയിലെ 4 യുവാക്കൾ. ലക്ഷ്മൺ പത്ര 39 വയസ്സ്, സൺ ഓഫ് ഗോർഗ പത്ര. രണ്ടാമത്തെ ആളുടെ പേര് ബൽഭദ്ര ദരുവ, വയസ്സ് 30, സൺ ഓഫ് ലിഖ ദരുവ. എല്ലാം ഒറീസ പേരുകളാണ്. താരേശ്വർ പത്ര മൂന്നാമത്തെ ആൾ, 36 വയസ്സ്, സൺ ഓഫ് ഗോർഗ പത്ര. നാലാമത്തെ ആളുടെ പേര് പ്രദീപ് ഗഡേ, 27 വയസ്സ്, സൺ ഓഫ് ധനാമഡ് ഗഡേ. ഇങ്ങനെ 4 യുവാക്കളിൽ നിന്നാണ് 11 ബാക്ക് പാക്ക് ഷോൾഡർ ബാഗുകളിൽ നിന്നായിട്ട് ഏകദേശം 58 പൊതികളിൽ നിന്ന് ഈ 116.370 കിലോ കഞ്ചാവ് എക്സൈസ് വകുപ്പ് കണ്ടെടുത്തത്. മുഹമ്മദ് സാലിഹ് വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. സാലിഹ്, വിശദാംശങ്ങൾ. അനിഷ, ഇന്ന് രാവിലെ പിടികൂടിയത് ഈ ഓപ്പറേഷൻ തണ്ടർ തുടങ്ങിയ ശേഷമുള്ള എക്സൈസിന്റെ ഏറ്റവും വലിയ ലഹരിവേട്ടയാണ്. 114.37 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. ഇത് ഏകദേശം വിപണിയിൽ 1.14 കോടി രൂപയുടെ കോടി രൂപ വില വരുന്ന കഞ്ചാവാണ് ഇത്. 24,000 പേർക്ക് റീറ്റെയിലിൽ എത്തുമായിരുന്ന കഞ്ചാവാണ് ഇന്ന് രാവിലെ പുലർച്ചെ എക്സൈസ് പിടികൂടിയത്. രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇങ്ങനെയൊരു വലിയ കഞ്ചാവ് വേട്ട നടത്തിയിരിക്കുന്നത്. നേരത്തെ ഒറീസയിൽ നിന്നെത്തിയ ആളുകളാണ് ഈ കഞ്ചാവ് ഇവിടേക്ക് എത്തിച്ചത്. ഒറീസയിലെ റായ്ഗഡിൽ നിന്നാണ് ഈ കഞ്ചാവ് കടത്തിയത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ഓപ്പറേഷൻ തണ്ടർ ആരംഭിച്ച ശേഷം 24,131 റെയ്ഡുകളാണ് ആകെ എക്സൈസ് നടത്തിയത്. 20,669 കേസുകൾ എടുക്കുകയും ചെയ്തു. ഇതിൽ കഞ്ചാവ് പിടികൂടിയത് 268.4 കിലോഗ്രാം കഞ്ചാവാണ് ഇതുവരെ പിടികൂടിയത്. 292 ഗ്രാം ഹെറോയിൻ പിടികൂടിയിട്ടുണ്ട്. ഒപ്പം 846 ഗ്രാം MDMA യും ഇത്തരത്തിൽ എക്സൈസ് പിടികൂടിയിട്ടുണ്ട്. അനീഷ, ശരി.